നമസ്കാരം. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് CISF ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ. ഐവിൻ ജിജോ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. ഐവിനും CISF ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. തുടർന്നായിരുന്നു കൊലപാതകം നടത്തിയത്. ഐവിൻ കാറിന് സമീപം സംസാരിച്ചു കൊണ്ടിരിക്കെ CISF ഉദ്യോഗസ്ഥർ വാഹനമിടിച്ച് വീഴ്ത്തുകയായിരുന്നു. ബോണറ്റിൽ വീണ യുവാവിനെ 1 കിലോമീറ്ററോളം വലിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. മരണം ഉറപ്പാക്കിയ ശേഷമാണ് പ്രതികൾ അവിടെ നിന്നും രക്ഷപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മലപ്പുറം കാളികാവിൽ യുവാവിനെ പുലി കടിച്ചു കൊന്നു. ടാപ്പിംഗ് തൊഴിലാളിയായ റഫൂഖാണ് മരിച്ചത്. പുലർച്ചെ ടാപ്പിംഗ് ജോലിക്ക് ഇറങ്ങിയപ്പോഴാണ് തൊഴിലാളികൾക്ക് നേരെ പുലിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഗഫൂറിന്റെ കഴുത്തിലാണ് പുലി കടിച്ചത്. തുടർന്ന് ഉൾക്കാട്ടിലേക്ക് വലിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. വനത്തോട് ചേർന്നുള്ള തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടെയായിരുന്നു പുലിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. പറവൂർ ചേന്ദമംഗലം കൂട്ടക്കൊല പ്രതിക്കെതിരെ കാപ്പ ചുമത്തി. പ്രതിയായ ഋതു ജയനെതിരെയാണ് കാപ്പ ചുമത്തിയിരിക്കുന്നത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി M ഹേമലത സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷാണ് ഉത്തരവിട്ടത്. 2025 ജനുവരിയിൽ അയൽവാസിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി വേണുവിന്റെ ഭാര്യയായ ഉഷ, ഇവരുടെ മകൾ വിനീഷ എന്നിവരെയാണ് ഋതു ജയൻ കൊലപ്പെടുത്തുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി മുതിർന്ന CPM നേതാവ് G സുധാകരൻ. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ നടന്ന NGO യൂണിയൻ പൂർവ്വകാല നേതൃസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു സുധാകരൻ. 1989 പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചായിരുന്നു സുധാകരന്റെ ഈ പരാമർശം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. പവന് ഇന്ന് ഒറ്റയടിക്ക് 1560 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ദിവസങ്ങൾക്ക് ശേഷം വില 69,000-ൽ താഴെയെത്തി. 68,880 രൂപയാണ് ഒരു പവന്റെ ഇന്നത്തെ വില. ഗ്രാമിന് 195 രൂപയാണ് കുറഞ്ഞത്. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 8,610 രൂപയായി. ഏപ്രിൽ 11 ശേഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ വിലയാണിത്. രാജ്യാന്തര വിലയുടെ തകർച്ചയാണ് കേരളത്തിലും ഇപ്പോൾ പ്രതിഫലിച്ചിരിക്കുന്നത്.